ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമിടയാക്കുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയാമല്ലോ. കർത്താവ് നമ്മെ ഇന്ന് രാവിലെ സമയം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ കണ്ണുകളും ദൈവാത്മാവിൽ അടച്ചാട്ടെ. ഹല്ലേലൂയ. അല്പസമയങ്ങൾ കർത്താവിന് സ്തോത്രം കൊടുത്താട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവിക മഹത്വം ഇന്ന് പകൽ ശക്തമായി അനുഭവിക്കുന്നവർ ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുഴുവൻ മഹത്വത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ രക്തത്താലും വചനത്താലും ഞങ്ങൾ ജയമെടുക്കുന്ന കർത്താവേ, അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക നിയോഗം ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. വലിയ ദൈവ സാന്നിധ്യത്തോടെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കുവാൻ സ്വർഗ്ഗമിടയാക്കേണ്ടതിനായി എല്ലാ ആദരങ്ങളും തുറന്നാട്ടെ. എല്ലാവരും മന്ത്രങ്ങളെ തുറന്ന് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും മൗനമായിരിക്കരുത്. എല്ലാവരും മന്ത്രങ്ങളെ തുറന്നാട്ടെ. എല്ലാ പ്രിയമുള്ളവരും മന്ത്രങ്ങളെ തുറന്ന് അല്പസമയങ്ങൾ യേശുവിന് ആരാധന കൊടുത്താട്ടെ. യേശുവിന്റെ നാമത്തിൽ ആരാധനയ്ക്ക് യോഗ്യനായ യേശുവിനെ, പുകഴ്ചകൾക്ക് യോഗ്യനായ യേശുവിനെ നമുക്ക് ഒരുമിച്ച് പാടി സ്തുതിക്കുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ, ഓ എല്ലാ കടകളും അടച്ചാട്ടെ. ഹല്ലേലൂയ.
യേശുവേ ജീവനേ ജീവനേ സ്വന്തമേ അങ്ങേ പാലിൽ ചാരുന്നു ഞാൻ ജീവനേ സ്വന്തമേ അങ്ങേ പാലിൽ ചാരുന്നു ഞാൻ ആരാധന Yo
നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകേണമേ എന്നേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. നിന്നോട് ചേരുമ്പോ ഉരുകി വരും എത്തനഹീനത രോഗങ്ങൾ നിന്നിൽ വസിക്കുമ്പോ മറഞ്ഞു പോകും എന്നിലെ ദുഃഖങ്ങൾ എന്നിലെ വേദന. നിന്നോട് ചേരുമ്പോ ഉരുകി മാറും ഹീനത രോഗങ്ങൾ നിന്നിൽ വസിക്കുമ്പോ ഉരുകി മാറും. യേശുവേ ജീവിതം ശൂന്യമേ. യേശുവേ ജീവിതം ഒരു ശൂന്യമേ. യേശുവേ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകേണമേ എന്നേശുവേ. നിന്നോട് ചേർന്നു എന്നെ മുറ്റും നീ കഴുകേണമേ എന്നേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. നിൻ സ്നേഹത്താൽ എന്നേശുവേ. നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ എന്നേശുവേ. നിൻ സാന്നിധ്യം എന്നെ നടത്തണേ എന്നേശുവേ. സ്നേഹത്താൽ എന്നെ വളർത്തണേ എന്നേശുവേ. നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ എന്നേശുവേ. നിൻ സാന്നിധ്യം എന്നെ നടത്തണേ എന്നേശുവേ. ജീവിതം ഒരു ശൂന്യമേ. യേശുവേ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ ജീവിതം ഒരു ശൂന്യമേ. യേശുവേ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകേണമേ എന്നേശുവേ. ഇടയാ
എന്റെ യേശു എത്ര
ബഹുമാനത്തോടെ നിന്ന് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് മറ്റെല്ലാ ചിന്തകളും ഒന്ന് മാറി ഹൃദയം ഒന്ന് ഏകാഗ്രമായി ഒന്ന് ചേർന്ന് പാടിക്കേ. എന്റെ യേശുവേ, എന്റെ ജീവനെ അങ്ങല്ലാതെ എന്റെ യേശുവേ, എന്റെ ജീവനെ എന്റെ ആശ്രയേ നീ ഒന്നു മാത്രമേ. ചേർന്ന് പാടിക്കേ.
നിന്റെ ആരാധനയിൽ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ വിശ്വസ്തത കൊണ്ട് ഞങ്ങളെ പൊതിയുന്നതിനായി സ്തോത്രം. കടന്നു വന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവിന്റെ അസാധാരണമായ ഫേവറിൽ ഞങ്ങളെ ഓരോരുത്തരെയും പൊതിയുന്നതിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങൾ അങ്ങയുടെ മേശയിലേക്ക് അവിടുന്ന് പ്രവേശിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് കരുണ തോന്നണമേ. ഇന്ന് പകലിൽ ഉള്ളപ്പറന്ന് എൻ്റെ അപ്പനോട് ഞങ്ങൾ പറയാണ്, as a church we love you daddy. കർത്താവെ, ഞങ്ങൾ സഭയായി അങ്ങയെ സ്നേഹിക്കും. കർത്താവിന്റെ ക്രൂശിനെ ഞങ്ങൾ അവിടുന്ന് ധ്യാനിക്കുമ്പോൾ, കർത്താവിന്റെ സ്നേഹത്തെ ഞങ്ങൾ അവിടുന്ന് ഓർക്കുമ്പോൾ, ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച, ഞങ്ങൾക്ക് വേണ്ടി വഹിച്ച എല്ലാ കഷ്ടപ്പാടുകളെയും ഞങ്ങൾ അവിടുന്ന് ഓർക്കുമ്പോൾ, ദൈവമായ കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തോട് കാണിക്കുന്ന എല്ലാ മനസ്സലിവിനായും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് പകലിൽ കടന്നു വന്ന ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കടന്നു വരാതെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. അടുത്ത ദിനങ്ങളിൽ സഭാരാധനകളിൽ ഉപേക്ഷകൾ വിചാരിക്കാതെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആഴത്തിൽ അവൻ സ്നേഹബന്ധത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൽ നിൽപ്പാതക്കണം ദൈവം കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവെ, അങ്ങയുടെ മേശയിൽ ഞങ്ങൾ ഒരുമിച്ച് അവിടുന്ന് ശുശ്രൂഷിക്കുമ്പോൾ കർത്താവ് ഞങ്ങളോട് അവിടുന്ന് കരുണ തോന്നണം. യേശുവ, അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി നന്ദി പറയുന്നു. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. രണ്ടാമത്തെ തവണയും കൂടി ഇവിടെ ഇങ്ങനെ നിൽക്കാൻ ഞാൻ ആഗ്രഹിച്ചു. കാരണം 2 തവണ ആയി കഴിയുമ്പോൾ അതൊരു പതിവാകുമല്ലോ. അല്ലെങ്കിൽ ചിലപ്പോൾ ടച്ചാക്കി വിട്ടുപോകും. പിന്നെ ഒന്ന് ഗ്യാപ്പ് വന്നാൽ അങ്ങ് പോയിക്കോളും. അതുകൊണ്ട് തന്നെ സാംബാസിനോട് ഞാൻ ഇന്നലെ ആവശ്യപ്പെട്ടു, ഒരു ചാൻസും കൂടെ തരാമോ? അപ്പോൾ അദ്ദേഹം വീണ്ടും നിറഞ്ഞ സ്നേഹത്തോടെ അത് ഏറ്റെടുത്തു. അങ്ങനെ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം അല്ലേ? ഓശാന ഞായറാഴ്ചയാണ്. യേശുനാഥൻ യെരൂശലേമിലേക്ക് വരികയാണ്. അപ്പോൾ അദ്ദേഹത്തെ രാജാവിനെ പോലെ വരവേൽക്കുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. യേശു ആദ്യം ശിഷ്യന്മാരുടെ അടുത്ത് പറയുന്നു, നിങ്ങൾ ഗ്രാമത്തിലേക്ക് ചെല്ലുക. ഗ്രാമം എന്ന് പറയുമ്പോൾ പട്ടണത്തിന് പുറത്ത് കോട്ടമതിലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് നഗരം അല്ലെങ്കിൽ പട്ടണം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പുറത്ത് പ്രാന്തപ്രദേശമായി കാര്യമായ പ്രൊട്ടക്ഷനൊന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു ഏരിയ, അവിടെ താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സെറ്റിൽമെന്റിനെ ഗ്രാമം എന്നൊക്കെ പറയാം. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു കഴുതയെയും അതിൻ്റെ കുഞ്ഞിനെയും കാണാം. അതിനെ അഴിച്ചുകൊണ്ട് വരാൻ യേശു ആവശ്യപ്പെട്ടു. ആരെങ്കിലും ചോദിച്ചാൽ പറയുക, കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ട്, അപ്പം തന്നെ അവരെ മുട്ടേക്കും. ശിഷ്യന്മാർ ആ കഴുതയും കുഞ്ഞിനെയും കൊണ്ടുവന്നു. അതിനുശേഷം യേശു പറഞ്ഞു, നിങ്ങൾ ഈ വിവരം നഗരത്തിൽ ചെന്ന് പറയുക, എല്ലാവരോടും പറയുക. അപ്പം അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റും കൂടെ കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം കൊടുത്തു. അതിനുശേഷം യേശു കഴുതയുടെ പുറത്ത് കയറി നഗരത്തിലേക്ക് വരികയാണ്. യേശു വരുന്ന വാർത്ത അറിഞ്ഞ് എല്ലാവരും വളരെ സന്തോഷിച്ചു. കാരണം വളരെ അത്ഭുത പ്രവൃത്തികളും അടയാളങ്ങളും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ആവേശത്തിലായിരുന്നു. അത് സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും ഇരിക്കുകയാണ്. അപ്പം നമുക്ക് കാണാൻ സാധിക്കും, ജനം അവരുടെ വസ്ത്രം വഴിയിൽ ഇരിക്കുകയാണ്. പോരാത്ത സ്ഥലത്ത് കൊമ്പുകളൊക്കെ വെട്ടി ഇങ്ങനെ ഇട്ടേക്കും. അല്ലെങ്കിൽ ഒരു രാജാവിനെ വരവേൽക്കുന്ന അതേ ഒരു പ്രതീതി ആണെന്ന് തന്നെ പറയാം. ഇന്നത്തെ കാലത്ത് വലിയ VIP ഒക്കെ ഒരുമിട്ട് റെഡ് കാർപ്പറ്റ് വിരിക്കുന്ന ഒരു പതിവുണ്ട്. വലിയ VIP ഫംഗ്ഷൻസിനൊക്കെ ഒരുപാട് VIPs വരുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഇനി അതല്ലെങ്കിൽ രാഷ്ട്ര തലവന്മാരൊക്കെ മറ്റു രാജ്യത്ത് ചെല്ലുമ്പോൾ അവരെ പ്രത്യേകം സ്വാഗതം ചെയ്യാൻ വേണ്ടി ചുവന്ന പരവതാനി വിരിക്കാറുണ്ട്. അപ്പോൾ അതിന് സമാനമായിട്ട് അന്നത്തെ കാലത്ത് ജനങ്ങൾ ചെയ്തത് അല്ലെ അവരുടെ സാമാന്യ ബുദ്ധിയിൽ ചെയ്തത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ യേശു ഒരു കഴുതയുടെ പുറത്ത് കയറി രാജാവിനെ പോലെ വരികയാണ്. ജനം വളരെ ആവേശത്തോടുകൂടി കുരുത്തോലകളും പൂക്കളും ഒക്കെ വെച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ അല്ലേ? എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും വളരെ ഹാപ്പി ആണെങ്കിലും യേശു അത്ര ഹാപ്പി ആയിരുന്നില്ല എന്ന് ഞാൻ പറയും. കാരണം ഈ ദിവസം ഓശാന ഞായറാഴ്ച കഴിഞ്ഞാൽ പിന്നെ തുടങ്ങാൻ പോകുന്നത് യേശുവിൻ്റെ പീഡാസഹനം ആണ്, അല്ലെങ്കിൽ കഷ്ടാനുഭവം എന്നൊക്കെ
ക്രൈസ്തവർ പറയുന്ന ആ ഒരു ദിവസം അവിടെ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുറമെ സന്തോഷമുണ്ടെങ്കിലും ഉള്ളിൽ യേശു അത്ര ഹാപ്പി ആയിരുന്നില്ല. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. കാരണം നഗരത്തിലേക്ക് ചെന്നതിന് ശേഷം യേശു നേരെ ചെല്ലുന്നത് യെരുശലേം ദേവാലയത്തിലേക്കാണ്. അവിടെ ചെന്നിട്ട് കച്ചവടക്കാരെയൊക്കെ അടിച്ചിറക്കുന്ന ഒരു സീൻ നമുക്ക് കാണാൻ സാധിക്കും. വേണമെങ്കിൽ ഇതൊക്കെ പണ്ടേ ആകാമായിരുന്നു, പക്ഷേ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. അങ്ങനെ അങ്ങ് വെച്ചിരുന്നു ലാസ്റ്റ് വരെ. അതങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. ചില കാര്യങ്ങൾ ദൈവം അവസാനത്തേക്ക് വെക്കും. അതിനു മുമ്പ് വേറെയും കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കും. ഒരു മെസ്സേജ് പൂർത്തിയാക്കണമെങ്കിൽ അവസാനം ചിലതും കൂടെ പറയേണ്ടി വരും. അത് കേൾക്കാൻ അത്ര സുഖമുള്ള കാര്യങ്ങൾ ആകണമെന്നില്ല, പക്ഷെ പൂർണ്ണത കൈവരിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ കൂടെ സംഭവിച്ചേ പറ്റും. അപ്പൊ യേശു പീഡാസഹനത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അവസാന ഞായറാഴ്ചയാണെങ്കിലും യേശുവിനെ കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ പോസിറ്റീവ് വൈബ്രേഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ യേശു അത്ര പോസിറ്റീവ് ആയിരുന്നില്ല എന്ന് ഞാൻ പറയും. കാരണം ഇനി അങ്ങോട്ട് ശിക്ഷാവധിയുടെ നാളുകളിലേക്ക് കടക്കുക. കാരണം മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു വ്യക്തി അത്ര കൂളായിരിക്കത്തില്ല. താൻ മരിക്കാൻ പോകുന്ന ഡേറ്റും ടൈമും കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഭീകരമായിരിക്കും. വെള്ളിയാഴ്ച ഉച്ചയ്ക്കോടെ മരണം സംഭവിക്കുന്ന യേശുവിന് അറിയാം. അതുകൊണ്ട് തന്നെ യേശുവും അല്പം അസ്വസ്ഥനായിരുന്നു. ഈ പാനപാത്രം എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകണമേ എന്ന് യേശു പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഉറക്കം പോലും കിട്ടാത്തൊരവസ്ഥ, അത്ര ഭീകരമായ ഒരു മാനസികാവസ്ഥയോടെ യേശു പോവുകയാണ്. ഇനി ഒരു പക്ഷേ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ജയിലിൽ കൊണ്ടിടുമ്പോൾ കണ്ടംപ്റ്റ് സെൽ എന്നുള്ള സ്ഥലത്താണ് വിടുന്നത്, തനിച്ച് പ്രത്യേകമായൊരു സെല്ല്. കാരണം ആ വ്യക്തിയുടെ മരണം എന്നാണെന്നും അത് കൃത്യം എത്ര മണിക്കാണെന്നും അയാൾക്ക് അറിയാം, എത്ര മണിക്കാണെന്നും അയാൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഒട്ടും പറ്റാത്ത അല്ലെങ്കിൽ കൈ വിട്ടുപോകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഓരോ മണിക്കൂറിലും അയാൾ കടന്നുകൊണ്ടേയിരിക്കും. കൂടെയുള്ള ആളുകളെ ഒരുപക്ഷെ ആക്രമിച്ചേക്കാം, ജയിൽ ജീവനക്കാരെ ആക്രമിച്ചേക്കാം, ജയിലിൽ ചാടാൻ ശ്രമിക്കാം, എന്തും സംഭവിക്കാം. എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അങ്ങനെ ഒരു സിറ്റുവേഷൻ. ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുത്താൽ വല്ലതും കഴിച്ചാലായി, രാത്രി ഉറക്കം കിട്ടിയാലായി, അങ്ങനെ ഒരു സിറ്റുവേഷൻ. മൊത്തത്തിലൊരു ഭീകരാന്തരീക്ഷം എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ വളരെ അടച്ചുറപ്പുള്ള, നല്ല കാവലുള്ള, തനിയെ പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു സ്ഥലത്തായിരിക്കും ആ വ്യക്തിയെ പാർപ്പിച്ചിരിക്കുന്നത്. യേശുവിന്റെ മാനസികാവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോഴും സമാനമായ ചിലവൊക്കെ കാണാൻ സാധിക്കും. യേശുവിന് അറിയാമായിരുന്നത് മരണം സംഭവിക്കും എന്നത് മാത്രമല്ല, മറ്റു പല കാര്യങ്ങളും യേശുവിന് അറിയാമായിരുന്നു. അതിൽ ഒന്ന് കഠിനമായ പീഡനങ്ങളിലൂടെ കടന്നു പോകും എന്നത്. ഒരുപക്ഷെ മരണഭയത്തെക്കാളും മനുഷ്യനെ വേദനയിലാക്കുന്നത് അങ്ങനെയുള്ള ചില പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും എന്നതായിരിക്കാം. നമുക്കറിയാം, ശൗൽ പോലും യുദ്ധത്തിൽ തോക്കുമെന്ന് വന്നപ്പോൾ കുന്തത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ വാളിന്റെ മുകളിൽ വീണ് മരിക്കുന്നത് കാണാൻ സാധിക്കും. കാരണം മരണഭയത്തെ അദ്ദേഹം അതിജീവിച്ചു. പല മഹാന്മാരുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. വലിയ പ്രവൃത്തികളൊക്കെ ചെയ്തവർക്ക് മരിക്കാൻ ഭയമാണ്, അല്ലെങ്കിൽ മരിക്കാനുള്ള ഭയത്തെക്കാളും അവർക്ക് ഭയമുണ്ടായിരുന്നത് ശത്രുവിന്റെ കയ്യിൽ അകപ്പെടുമോ എന്ന ഭയമാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ. അവിടെ നിന്നും പ്രശ്നം തീരുന്നില്ല. വർഷങ്ങളോളം കൂടെ കൊണ്ട് നടന്ന ഒരു വ്യക്തി ചതിക്കാൻ പോവുകയാണ്, അതും ചെറിയ ഒരു എമൗണ്ടിൽ. അല്ലെങ്കിൽ ഒരു വലിയ ബംഗ്ലാവ് 10 രൂപയ്ക്ക് കിട്ടുന്നതുപോലെ ആയിപ്പോയി. അങ്ങനെ ഒരു സിറ്റുവേഷൻ. അവിടെയും പ്രശ്നം തീരുന്നില്ല. തനിക്ക് വേണ്ടി മരിക്കും എന്ന് പറഞ്ഞ പത്രോസ് കോഴി പോകുന്നതിന് മുന്നേ 3 വട്ടം തള്ളി പറയാൻ പോവുകയാണ്. ഇതെല്ലാം യേശു മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മനസ്സിലൂടെ തന്നെയാണ് ഓശാന ഞായറാഴ്ച യേശു സഞ്ചരിക്കുന്നത്. പക്ഷെ യേശുവിനെ ഏറ്റവും കൂടുതൽ തകർത്ത് കളഞ്ഞത് അതൊന്നും ആയിരുന്നില്ല. യേശുവിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടായ ജനം, അവരെല്ലാവരും യേശുവിനെ കളഞ്ഞിട്ട് പകരം ഒരു കള്ളനെ മതി എന്ന് പറഞ്ഞു. ആ ഒരു തിരഞ്ഞെടുപ്പും കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും തകർച്ച പൂർണ്ണമായിരുന്നു ഞാൻ പറയും. കാരണം ഒരു രാജ്യത്തിന് വേണ്ടി മാക്സിമം പണിയെടുത്ത ഒരു വ്യക്തി, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി ജീവിതകാലം മുഴുവൻ പണിയെടുത്ത വ്യക്തിയെ പെട്ടെന്ന് ഒരു ദിവസം എല്ലാവരും ഒറ്റപ്പെടുത്തിയാൽ അയാളുടെ മാനസികാവസ്ഥയിൽ ഒരുപക്ഷെ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ യേശു കടന്നു പോകുന്നത് ഒട്ടും പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലൂടെ ആണ് എന്ന് ഞാൻ പറയും. എക്സെപ്ഷണലി ഡിഫിക്കൽട്ട് സർക്കംസ്റ്റൻസസ്. മരണം വെള്ളിയാഴ്ച കഴിയുമെങ്കിലും ദുഃഖം പിന്നെയും തുടരുകയാണ്. കാരണം യേശു വന്നത് ലോകത്തെ രക്ഷിക്കാനാണ്.
ഹി വാസ് ദ മസിഹ, രക്ഷകൻ, സേവിയർ. വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി രക്ഷകൻ ഇല്ലാത്തൊരവസ്ഥ. പിന്നെ ആരെ രക്ഷിക്കും? പിന്നെ ആ രാജ്യത്തെ അനാഥത്വം ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ രാജ്യത്ത് രാജാവില്ലാത്ത അവസ്ഥ, കുടുംബത്തിൽ നാഥനില്ലാത്ത അവസ്ഥ, ആരുമില്ലാത്തൊരവസ്ഥ. സോ ആരിലേക്ക് നമ്മൾ നോക്കും? പ്രത്യാശയോടെ. എല്ലാം കൈവിട്ടു പോയൊരവസ്ഥ. അപ്പൊ ദുഃഖം പിന്നെയും തുടരുകയാണ്. ശനിയാഴ്ചയും ആ ഒരു അവസ്ഥ തന്നെ മറ്റൊരു രീതിയിൽ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഞായറാഴ്ച രാവിലെ യേശു ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ക്രൈസ്തവർക്ക് വീണ്ടും ഒരു പ്രതീക്ഷയുണ്ടാവുകയാണ്. യേശു തിരിച്ചു വരും. ആ വരവിലേക്ക് നോക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കും. സോ ഓശാന ഞായറാഴ്ച ഒരു തരത്തിൽ കഷ്ടാനുഭവത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി ആയതുകൊണ്ട് തന്നെ യേശുവിന്റെ മനസ്സ് പോയ വഴിയെ തന്നെ പോകാൻ ഞാനും തീരുമാനിച്ചു. സോ ഈ കഷ്ടാനുഭവവുമായി ഏതെങ്കിലും തരത്തിൽ എനിക്കൊന്ന് ബന്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു വചനഭാഗം വേണമെന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ തിരുവചനഭാഗം ഇതാണ്. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം. 2 തീമോഥെയോസ് 2-ാം അധ്യായം 3-ാം വാക്യം. ആർക്കെങ്കിലും വായിക്കാം? തീമോഥെയോസ് 2-ാം അധ്യായം 3-ാം വാക്യം. അത്രേ ഉള്ളൂ. ഒറ്റ വാക്കേ ഉള്ളൂ, അല്ലെങ്കിൽ ഒറ്റ കൈയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പൊ കഷ്ടം സഹിക്കുക എന്ന വാക്കിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും തീമോഥെയോസ് എന്ന വ്യക്തിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 2 ലേഖനങ്ങളിൽ ഒന്നാണിത്. അതിൽ അദ്ദേഹം പറയുന്നു, നീയും എന്നോട് കൂടെ ക്രിസ്തുയേശുവിന്റെ നല്ല പറഞ്ഞ കഷ്ടം സഹിക്കുക. ആ ഒരു വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നതിന് മുമ്പ് ഈ പറഞ്ഞ ആളെ കുറിച്ച് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ. ഒരു കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന് പഴയ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, അല്ലേ? കുപ്രസിദ്ധമായ ഒരു ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ഇൻഫേമസ് ആയിട്ടുള്ള ഒരു പാസ്റ്റ്. ഒരു കാലത്ത് ക്രിസ്ത്യാനികളുടെ തലവേദനയായിരുന്നു ശൗൽ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ മാർഗത്തിൽ പോകുന്ന ആളുകളെ പിടിച്ചുകൊണ്ട് പോവുക, അവരെ ഉപദ്രവിക്കുക, ജയിലിലടക്കുക, കല്ലെറിഞ്ഞ് കൊല്ലുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളായിരുന്നു. കാരണം നമുക്കറിയാം, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്ന ആ ഒരു സിറ്റുവേഷനിലും ശൗൽ അവിടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എല്ലാവരുടെ മുമ്പിലും തെറ്റാണ് എന്ന് തോന്നുന്ന ഒരു വ്യക്തി. പക്ഷേ മറ്റൊരു ആംഗിളിലൂടെ നോക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്നതിലും പല ശരികൾ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ജനിച്ചു വളർന്നത് ഒരു യഹൂദനായിട്ടാണ്. യേശുവൊക്കെ ജനിച്ചതുപോലെ അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു ശൗലിന്. അദ്ദേഹത്തിന്റെ വിശ്വാസം അനുസരിച്ച് വിശ്വാസം വിട്ടു പോകുന്നത് വലിയ തെറ്റാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് പഴയ നിയമത്തിൽ ചില റെഫറൻസുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ പറയുന്നില്ല. അത് തന്നെയാണ് പുള്ളി ചെയ്തത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ മതത്തിന്റെ പുരോഹിതന്മാർ അല്ലെങ്കിൽ ബിഷപ്പ് എന്നൊക്കെ പറയാവുന്ന ആ ഒരു ലെവലിലേക്ക് ആൾക്കാർ അത് അംഗീകരിച്ചിരുന്നു. അതിനൊരു അധികാര പത്രവും കൂടെ കൊടുത്തിരുന്നു. ശൗൽ ആ ജോലിയും വെടിപ്പായിട്ട് ചെയ്തു. അത്രേ ഉള്ളൂ. ലോകം നോക്കുമ്പോൾ ശൗൽ ചെയ്യുന്നതെല്ലാം തെറ്റാണെങ്കിൽ മറ്റൊരു ആംഗിളിൽ നോക്കുമ്പോൾ അതിൽ ഒരുപാട് ശരികളും ഉണ്ടായിരുന്നു. മനുഷ്യൻ ചിലത് കാണും, ചിലത് ചിന്തിക്കും, അതിനനുസരിച്ച് പ്രവർത്തിക്കും. ദൈവം പൂർണ്ണമായി കാണും, പൂർണ്ണമായി മനസ്സിലാക്കും, അതിനനുസരിച്ച് അങ്ങ് പ്രവർത്തിക്കും. ദൈവത്തിന് തെറ്റ് പറ്റാറില്ല. ഇപ്പൊ ശൗൽ ദമാസ്കസിന്റെ പടിവാതിലേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് യേശു ശൗലിനെ പിടിക്കുന്നു. പിടിച്ച് 3 ദിവസം അവിടെ തന്നെ ഇരുത്തി. കണ്ണ് കാണാത്ത അവസ്ഥയിൽ 3 ദിവസം ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ പാർത്തു എന്ന രീതിയിൽ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, കണ്ണ് കാണാത്ത അവസ്ഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കണ്ണടച്ചിരിക്കും, അല്ലേ? മനസ്സ് ഏകാഗ്രമാക്കാൻ വേണ്ടി. വേറൊരു ചിന്തയും ആ സമയം നമ്മുടെ മനസ്സിൽ വരത്തില്ല. അങ്ങനെയാണ് കരുതുന്നത്. അതേപോലെ തന്നെ ഫുൾ ഫാസ്റ്റിംഗ് ആണ്. 3 ദിവസം ഒന്നും കഴിക്കുന്നില്ല, കുടിക്കുന്നില്ല. ഒരു രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് ശൗൽ പോവുകയാണ്. അല്ലെങ്കിൽ ഒരു പുളിച്ചു പണി. ഇത്രയും നാൾ ചെയ്തത് എന്തായിരുന്നു, ശരിയായിരുന്നു, തെറ്റായിരുന്നു എന്ന് ചിന്തിക്കാനുള്ള ഒരു ടൈം. 3 ദിവസം കണ്ണ് കാണാതെ, ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ ഉള്ള 3 ദിവസം ഒരു പൊളിച്ചുപണിയിലൂടെ ശൗൽ പോവുകയാണ്. ഒരു രൂപാന്തരത്തിലൂടെ ശൗൽ പോവുകയാണ്. വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ശരിയായിരുന്നു, തെറ്റായിരുന്നു, ശരിയായിരുന്നു, തെറ്റായിരുന്നു.
അവസാനം ആ 3 ദിവസം കഴിയുമ്പോഴത്തേക്കും പുള്ളിക്ക് ഒരു ബോധ്യം ഉണ്ടാകും, അല്ലെങ്കിൽ ക്ലാരിറ്റി ഉണ്ടാകും. ശൗൽ മരിക്കുന്നു, പൗലോസ് തിരിക്കും. സമാനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ബൈബിളിൽ. അതിൽ ഒന്ന് ഞാൻ ശ്രദ്ധിച്ചത് യേശുവിൻ്റെ മരണമാണ്. 3 ദിവസം യേശു, അതിനുശേഷമാണ് പൂർണ്ണമായിട്ടും 3 ദിവസം ഇരുട്ടിലായിരുന്നു ഞാൻ പറയില്ല, പക്ഷേ എല്ലാ 3 ദിവസത്തിൻ്റെ ഒരു പോർഷൻ ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. അപ്പൊ 3 ദിവസം സൂര്യനെ കണ്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. സോ കണ്ടീഷൻസ് ആർ സെയിം. ഒരു രൂപാന്തരത്തിലേക്ക് വരികയാണ്, ഒളിച്ചു പണിയുകയാണ്, പുനർനിർമ്മാണം, റീബിൽഡിങ്, റീബർത്ത് എന്നൊക്കെ പറയാം. ശുദ്ധീകരണത്തിന്റെ അവസ്ഥ, പുതിയൊരു മനുഷ്യനായിട്ട് മാറാണ്. ഇനി പഴയ നിയമത്തിലേക്ക് നമ്മൾ ഓടി നോക്കുകയാണെങ്കിൽ അവിടെയും നമുക്കൊരു ഉദാഹരണം കാണാം. യോന പ്രവാചകൻ സർവശക്തനായ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് യോന പോവുകയാണ്. യോനയ്ക്കറിയാം ആരെയാണ് ചലഞ്ച് ചെയ്തിരിക്കുന്നത്. എവിടെയും എത്തത്തില്ലെന്നും അറിയാം. നിനവയിലേക്ക് പോകേണ്ടതിന് പകരം തർശീസിലേക്ക് പോയി. തർശീസിൽ എത്തത്തില്ലെന്നും യോനയ്ക്ക് നല്ല നിശ്ചയമുണ്ട്, പക്ഷേ വാശി പോയി. അവസാനം ദൈവം 3 ദിവസം കടലാമയുടെ വയറ്റിൽ അങ്ങിരുത്തി. 3 ദിവസം പകലും രാത്രിയും തിരിച്ചറിയാതെ, ഭക്ഷണവും വെള്ളവും കുടിക്കാതെ ഫുൾ ഫാസ്റ്റിംഗിൽ യോനയും അങ്ങിരുന്നു. അവിടെ ഇരുന്നുകൊണ്ട് എന്തിനെ കുറിച്ചാണോ ചിന്തിക്കേണ്ടത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ഒറ്റ ഇരിപ്പങ്ങിരുന്നു. ആ 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും യോനയും പുതിയ ഒരു മനുഷ്യനായി അങ്ങ് മാറി. പിന്നെ ഒന്നും പഴയതുപോലെയല്ല, കഥ മുഴുവൻ മാറുകയാണ്. ചരിത്രത്തിലും ഇതിന് എക്സാമ്പിളുകളുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല, സമയം അനുവദിക്കാത്തതുകൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ശൗൽ മൊത്തത്തിൽ അങ്ങ് മാറിപ്പോയി. പിന്നെ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിന് അദ്ദേഹം ഉപയോഗിച്ച ആ ഒരു എഫേർട്ട്, ആ ഒരു അധ്വാനം, അത് ഇനി യേശുവിന് വേണ്ടി ഉപയോഗിക്കാൻ ശൗൽ തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യേശുവിന് വേണ്ടി എന്ത് കഷ്ടവും സഹിക്കാൻ അപ്പോസ്തലനായ പൗലോസ് തയ്യാറായിരുന്നു. അദ്ദേഹത്തിന് അതിനൊരു മടിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവം ശൗലിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു: ജാതികളുടെ മുന്നിൽ എൻ്റെ നാമം വഹിക്കാനുള്ള പാത്രമായിട്ട് ഞാൻ ഇവനെ കണ്ടിരിക്കുന്നു. അതിന് 1-2 ബാക്ക്ഗ്രൗണ്ട് കൂടെ ഉണ്ട്, ഞാൻ പെട്ടെന്ന് പറഞ്ഞത്. മറ്റ് ക്രിസ്തുശിഷ്യന്മാർ, അല്ലെങ്കിൽ പത്രോസ്, യോഹന ഉൾപ്പെടെയുള്ള ആൾക്കാർ, അവരെയൊക്കെ ദൈവം കൂടുതലും ആക്കി വെച്ചിരുന്ന യഹൂദന്മാരുടെ ആ ഒരു ഏരിയയിൽ, അല്ലെങ്കിൽ എൻ്റെ സമീപ പ്രദേശങ്ങളിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. ദൂരേക്ക് പോയി കാണുമായിരിക്കും, പക്ഷെ കൂടുതലും അവരുടെ ഒരു പ്രവൃത്തി മണ്ഡലം എന്ന് പറയുന്നത് ആ ഒരു മേഖലയായിരുന്നു. കാരണം യഹൂദന്മാർക്ക് മോശ ആരാണെന്നറിയാം, മോശയുടെ ന്യായപ്രമാണം എന്താണെന്നറിയാം, കൽപ്പന എന്താണെന്നറിയാം, യഹോവ ആരാണെന്നറിയാം, മശിഹ വരും എന്നും അവർക്കറിയാം. പക്ഷെ മശിഹായി അവർ അംഗീകരിച്ചില്ല എന്നൊരു ഫോൾട്ട് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പൊ ആ ഒരു പോയിന്റിൽ കൂടി ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അവർ ക്രിസ്തുവിലെത്തി. വലിയ പണിയില്ല, ഇല്ലെന്നല്ല, ഉണ്ട്, പക്ഷെ അത്ര വലിയ കട്ടിപ്പണിയല്ല. ഇനി അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലും യഹൂദന്മാരുടെ കൾച്ചറുമായിട്ട് കുറച്ച് ഇടകലർന്ന ഈ ആളുകളാണ് സമീപപ്രദേശത്തുള്ള യവനന്മാരും മറ്റ് ആളുകളൊക്കെ. അപ്പൊ അവിടെയും 100% എഫേർട്ട് ആവശ്യമില്ല. ഒരു 10%, 15, 20, 25 അല്ലെങ്കിൽ 30% മതി. പക്ഷെ ജാതികളിലേക്ക് പോകുന്നത് അത്ര എളുപ്പമല്ല. കാരണം അവർക്ക് യേശു ആരാണെന്ന് അറിയത്തില്ല, ബലി എന്താണെന്ന് അറിയത്തില്ല, യഹോവ ആരാണെന്ന് അറിയത്തില്ല, കൽപ്പന എന്താണെന്ന് അറിയത്തില്ല, ഒന്നും അറിയാത്തൊരവസ്ഥ. വട്ടപൂജ്യത്തിൽ നിന്ന് 100%ലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ. നീഡ് ടു സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. ഒന്നുമില്ലായ്മയും തുടങ്ങും. അതിന് ഒരു ഉരുക്ക് മനുഷ്യനെയാണ് ദൈവം തേടിക്കൊണ്ടിരുന്നത്. അത് ദൈവം ശൗലിൽ കണ്ടു. കാരണം യേശുവിന് വേണ്ടി എന്തും നേരിടാൻ അപ്പോസ്തലനായ പൗലോസ് തയ്യാറായിരുന്നു. അത് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ആയിരുന്നു. മനുഷ്യന്റെ മുമ്പിൽ അദ്ദേഹം തെറ്റായിരുന്നു, ദൈവത്തിന്റെ മുമ്പിൽ അതിൽ വലിയൊരു ശരി ദൈവം അന്നേ കണ്ടിരുന്നു. കാരണം ദൈവത്തിന് തെറ്റ് പറ്റാറില്ല, ദൈവത്തിന്റെ വഴി തികവുള്ളതാണ്. നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് കഷ്ടങ്ങളിലൂടെ അപ്പോസ്തലനായ പൗലോസ് കടന്നു പോകുന്നുണ്ട്. അതിൽ ചിലതൊക്കെ അദ്ദേഹം വചനത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അല്ലെ എബ്രായ ലേഖനം അല്ല, അതിന് ശേഷമുള്ള ലേഖനങ്ങളാണ് തോന്നുന്നു, ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും വേദപണ്ഡിതന്മാർ പോലും അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഹി വാസ് എ ടവറിംഗ് പേഴ്സണാലിറ്റി. എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു വ്യക്തിത്വം. ഇനി കൂടുതലായിട്ടും ആഡ് ചെയ്യാൻ ഇല്ലാത്തതുപോലെ തികഞ്ഞ ഒരു വ്യക്തിത്വം. കഷ്ടം സഹിക്കാൻ മാത്രമല്ല, സൗമ്യമായിട്ട് സംസാരിക്കേണ്ട സമയത്ത് സൗമ്യമായിട്ട് സംസാരിക്കാൻ, ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യാൻ എല്ലാം അറിയാവുന്ന ഒരു വ്യക്തി. അല്ലെങ്കിൽ എന്തൊക്കെയാണോ അറിഞ്ഞിരിക്കേണ്ടത് അത് മുഴുവൻ ലിസ്റ്റ് എടുത്തിട്ട് ഒന്നും വിടാതെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് തൻ്റെ ഉള്ളിൽ നിറച്ച ഒരു പേഴ്സണാലിറ്റി. കാരണം ഹി വാണ്ട്സ് ടു ഡു ലൈക്ക്. അദ്ദേഹത്തിന് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു.
വാശിയുണ്ടായിരുന്നു, പെർഫെക്ഷനിസ്റ്റാണ്. ശൗൽ അങ്ങനെ ആയിരുന്നു എന്ന്, അല്ലെങ്കിൽ പൗലോസ് അങ്ങനെ ആയിരുന്നു എനിക്കും തോന്നിയിട്ടുണ്ട്. അതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. വചനത്തിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ചിലർ ഭൂതങ്ങളെ പുറത്താക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് ഭൂതങ്ങളെ പുറത്താക്കാൻ നോക്കിയപ്പോൾ ആ ഭൂതങ്ങൾ അവരെ മൊത്തത്തിൽ നോക്കി. എന്നിട്ട് പറഞ്ഞു, യേശുവിനെ ഞങ്ങൾ അറിയുന്നു, പൗലോസിനെയും ഞങ്ങൾ അറിയുന്നു, നിങ്ങളാണ്. പിന്നെ അവിടെ നടന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ വസ്ത്രം പോലെ ഉപേക്ഷിച്ചവർ ഓടി എന്നൊക്കെയാണ് വചനത്തിൽ പറയുന്നത്. പൈശാചിക മണ്ഡലങ്ങൾ പോലും ഏറ്റവും വലിയ വെല്ലുവിളിയെ അന്നത്തെ കാലത്ത് കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു പൗലോസ് എന്ന് ഞാൻ പറയും. കാരണം ത്രിയേക ദൈവം കഴിഞ്ഞാൽ പിന്നെ മുക്കാൻ പറ്റാത്തതുപോലൊരു സിറ്റുവേഷൻ പൗലോസിലാണ് പിശാച് പോലും കണ്ടിരുന്നത്. അത്ര കരുത്തനായ ഒരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ബൈബിളിലൂടെ പെട്ടെന്ന് പോകുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും, പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളാണുള്ളത്. അതിൽ 14 ലേഖനങ്ങളുടെ രൂപത്തിലാണെങ്കിലും 14 പുസ്തകങ്ങളും പൗലോസ് അപ്പോസ്തലന്റെ പേരിൽ ആണ്. അങ്ങനെ ഒരു റെക്കോർഡും കൂടി അവിടെ ഉണ്ട്. അല്ലെങ്കിൽ യേശുവിനെ കണ്ട് അറിഞ്ഞ് കൂടെ നടന്ന് മനസ്സിലാക്കിയ ഒരു ക്രിസ്തുശിഷ്യന് പോലും ഇല്ലാത്ത ഒരു യോഗ്യത ബൈബിളിൽ പൗലോസിന് ഉണ്ടായി. മോശയ്ക്ക് പോലും 5 പുസ്തകങ്ങളേ ഉള്ളൂ, പക്ഷെ പൗലോസിന് 14 പുസ്തകങ്ങളാണ്. അതൊരു വ്യക്തിഗത റെക്കോർഡാണെന്ന് ഞാൻ പറയാം. അതാണ് ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ തുനിഞ്ഞിറങ്ങിത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോസ്തലനായ പൗലോസിനെ വേണമെങ്കിൽ എനിക്ക് ക്രിസ്തു വിശ്വാസികൾ മാതൃകയാക്കണം എന്നൊക്കെ ഒരു ഭംഗി വാക്കായിട്ട് പറയാം. പക്ഷെ അങ്ങനെ ഞാൻ പറഞ്ഞാൽ അത് ക്ലാസ്സിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥി നോക്കി ഒരു ടീച്ചർ പറയുന്നത് പോലെയോ, അല്ലെങ്കിൽ കോളേജിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റിനെ നോക്കി ഒരു പ്രിൻസിപ്പൽ പറയുന്നത് പോലെയോ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറിനെ നോക്കി ഒരു ചാൻസലർ പറയുന്ന പോലെയൊക്കെ ആയിപ്പോകും. പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ദൈവജനത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ആ കഷ്ടത്തെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് തരണമേ, അല്ലെങ്കിൽ ലഘൂകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥനയിൽ ആവശ്യപ്പെട്ടു. അപ്പൊ യേശു എന്റെ മുന്നിൽ ഒരു ചെറിയ ചിന്തയുമായിട്ട് ഓടിയെത്തി. ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കൂടുതൽ നടക്കുന്ന ചിന്തകളിലൂടെയാണ്, മറ്റ് കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. അപ്പോൾ യേശു ഒരു ചിന്തയുമായിട്ട് വന്നു. അത് വേറൊന്നുമല്ല, കുറച്ച് വർഷങ്ങളായിട്ട് എനിക്കൊരു ഫാമിലിയുമായിട്ട് ചെറിയൊരു കണക്കുണ്ട്. അപ്പൊ അവിടെ ചെന്നൊരു സോറി എന്നൊരു വാക്ക് പറയാൻ യേശു ആവശ്യപ്പെട്ടു. അപ്പൊ ഞാൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പെട്ടെന്ന് പറഞ്ഞതാണ്. ഒരുപാട് ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകത്തില്ല, ജസ്റ്റ് കാര്യം മാത്രം സിമ്പിളായിട്ടൊന്ന് പറയാം. കുറെ വർഷങ്ങൾക്ക് മുന്നേ ആ വീട്ടിലെ ഒരു ആൺകുട്ടി ഒരു തെറ്റ് ചെയ്തു. അത്ര ചെറുതല്ലാത്ത ഒരു തെറ്റ്. സ്വാഭാവികമായിട്ടും പെട്ടെന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ ദേഷ്യമൊക്കെ വന്നെങ്കിലും പ്രായത്തെ കരുതി ആദ്യത്തെ തവണ ആയതുകൊണ്ടും അങ്ങ് വിട്ടു. കോട്ടയം എണ്ണം വിട്ടു. കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല, കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മാത്രമേ. പക്ഷെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് രണ്ടാമതൊരു തവണ ഇവിടെ സംഭവിച്ചു കണ്ടു. അത്ര ചെറുതല്ലാത്തൊരു വിഷയമായതുകൊണ്ടും രണ്ടാമത്തെ തവണ സംഭവിച്ചതുകൊണ്ടും ഇത്തവണ എല്ലാവരും ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. ഞാനും നല്ല ദേഷ്യത്തിൽ തന്നെ ആയിരുന്നു. ആ സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നു. കുറച്ച് ദൂരെ നിന്നാണ്, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് സംഭവിച്ചത്. അപ്പോൾ ഞാൻ നല്ല മൂഡിൽ അല്ല ഇരുന്നത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം കാര്യങ്ങൾ അന്ന് വിശദമായിട്ട് പറഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് എനിക്ക് എപ്പോഴേ മനസ്സിലായി. പക്ഷേ ആ വ്യക്തി അതധികം പറഞ്ഞു നടക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം നേരെ പോയിട്ട് വേറൊരാളെന്ന് പറഞ്ഞു. ആ വ്യക്തി എൻ്റെ പേര് വെച്ച് ഒരുപാടെടുത്തെന്ന് പറഞ്ഞു, കൂട്ടത്തിൽ ഈ വീട്ടിൽ. പിന്നെ പറയണോ പൂരം, ആ കുടുംബം മുഴുവൻ എനിക്ക് നേരെ തുണിയും. അന്നാണ് ഞാൻ അറിയുന്നത് നമ്മളെ പോലെ ഒരു ചെറിയ ഒരു സാധാരണക്കാരൻ എന്നൊക്കെ പറയാവുന്ന മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ് ലെവലിൽ ഉള്ള ആളുകൾക്ക് എന്തുമാത്രം ദുഷ്ടത പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അങ്ങോട്ടുള്ള വർഷങ്ങളാണ്. നേരിട്ട് ആക്രമണമൊന്നുമില്ല, എല്ലാം പിന്നിലൂടെയാണ്. കാരണം ബന്ധങ്ങൾ നഷ്ടപ്പെടുമോ എന്നവർ ഭയപ്പെട്ടു. കാരണം കോൺടാക്ട്സിലാണല്ലോ ഇന്നത്തെ കളികൾ മുഴുവൻ ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം പിന്നിലൂടെയാണ്. ആദ്യം അവരുടെ കോൺടാക്റ്റുകൾ മുഴുവൻ ഉപയോഗിച്ചു, മാക്സിമം ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ എങ്ങനെയൊക്കെ ഡൗൺ ആക്കാമോ അതൊക്കെ ശ്രമിച്ചു. കുറച്ച് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ കാര്യമായിട്ടൊന്നും അറിഞ്ഞില്ല.
എന്നെ അങ്ങ് ഇല്ലാതാക്കി കളയണം എന്ന ലെവലിലേക്ക് അവരങ്ങ് പോകണം, അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യണം എന്ന ലെവലിലേക്ക് പോയി. അങ്ങനെയും കുറച്ച് വർഷങ്ങൾ പരിശ്രമിച്ചു. അതിനുവേണ്ടി ഈ പിശാചിനെ കൂട്ടുപിടിച്ചിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയുന്നില്ല. അപ്പൊ ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പൊ അങ്ങനെയും കുറച്ച് വർഷങ്ങൾ അവിടെയും എനിക്ക് ചില സാധ്യതകളൊക്കെ തടയാൻ സാധിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒന്നും നടന്നില്ല. ശരീരത്തൊരു സ്ക്രാച്ച് വീഴാൻ പോലും യേശു സമ്മതിച്ചില്ല എന്ന് ഞാൻ പറയും. അതോടുകൂടി അവരങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആയി. പക്ഷെ കുറെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എവിടെയൊക്കെ എന്തോ റോങ്ങായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാനും ഒന്ന് അന്വേഷിച്ചു. അപ്പൊ എനിക്കൊരു തുമ്പ് കിട്ടി, ഒരു ചെറിയ വിഷയം പോകുന്നു. അതോടുകൂടി ശരിക്കും അന്വേഷിച്ചു. അതോടുകൂടി സംഭവങ്ങളും പോകുന്നു, ചെയ്ത ആളെയും കിട്ടി. അതിൻ്റെ കൂടി ഒരു ബോണസ് എന്ന് പറയാവുന്ന വേറെ കുറെ വിഷയങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ 1-2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് അറിവ് കിട്ടി, ഞാൻ കണ്ടെത്തി എന്ന് മനസ്സിലായി. അതിനുശേഷം എൻ്റെ മുഖത്തൊന്നും നോക്കാതെ ഇങ്ങനെ കറങ്ങി നടക്കും, ചുഴലിക്കാറ്റിലൊക്കെ പെട്ട പോലെ അവസ്ഥ. അപ്പൊ അങ്ങനെ കുറച്ച് നാൾ പോയി. അപ്പോഴും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇനിയെങ്കിലും ഇവരിതൊന്ന് നിർത്തും. ഒന്നില്ല, പിന്നെയും തുറന്നുകൊണ്ടേയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ. യേശു എൻ്റെ അടുത്ത് പറയാണ്, നീ അവിടെ പോയിട്ടൊരു സോറി പറയണം, നിന്റെ ഭാഗത്തൊരു വീഴ്ച വന്നിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ശരിയാണ്, ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അതിൽ എനിക്ക് പശ്ചാത്താപം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു 500 ഇരട്ടി അല്ല 1000 ഇരട്ടി അതിനും മേലെ അവരെ പ്രവർത്തിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ അവിടെ സോറിയും കൂടെ പറയണോ എന്ന മട്ടിലായി ഞാൻ സമ്മതിച്ചില്ല. ഞങ്ങൾ പിന്നെ തെറ്റി. അപ്പൊ അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞു പോയി. യേശു എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി കഷ്ടം സഹിക്കുക, എനിക്ക് വേണ്ടി കഷ്ടം സഹിക്കുക. എനിക്ക് വേണ്ടി ഒന്നും ഞാൻ സഹിക്കത്തില്ല, കാരണം ഇത് എനിക്ക് അങ്ങനെ സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. യേശു എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് വേണ്ടി സഹിക്കാൻ പറയണം. പക്ഷെ ഞാൻ അതും അംഗീകരിച്ചില്ല. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെയും ചില ചെറിയ വിഷയങ്ങളായിട്ട് വന്നു. അതൊക്കെ ചെറിയ വിഷയങ്ങളായിരുന്നു. പക്ഷെ അവിടെ ന്യായമല്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അതൊക്കെ അങ്ങനെ തടഞ്ഞു, അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോഴും യേശു വീണ്ടും പറയുകയാണ്, നീ എനിക്ക് വേണ്ടി കഷ്ടം സഹിക്കും, എനിക്ക് വേണ്ടി കഷ്ടം സഹിക്കും. അപ്പൊ ഇത് ഇങ്ങനെ തുറന്നുകൊണ്ടേയിരുന്നു. കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തിരിച്ച് ചോദിക്കാൻ തുടങ്ങി, ഇപ്പൊ കുറെ നേരമായല്ലോ പറയുന്നു എനിക്ക് വേണ്ടി സഹിക്കുന്നു, അതുകൊണ്ട് എന്താണ് പ്രയോജനം? അപ്പൊ യേശു പിന്നെയും സംസാരിക്കുകയാണ്, നിനക്കൊരു പക്ഷേ ലോകത്തിന്റെ മുന്നിൽ യോഗ്യതകൾ ഉണ്ടായിരിക്കാം, പക്ഷെ എൻ്റെ മുന്നിൽ നിനക്ക് യോഗ്യത വേണമെങ്കിൽ നീ എനിക്ക് വേണ്ടി കൂടുതൽ ചിലത് സഹിച്ചേ പറ്റൂ. അപ്പൊ അങ്ങനെയായ കാര്യങ്ങൾ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ പറയുന്നതിനകത്ത് കുറച്ച് കാര്യമുണ്ട്, വെറുതെ പറയില്ല. അപ്പോഴും എൻ്റെ സംശയം കൊണ്ട് തീരുന്നു. ഞാൻ പിന്നെയും ചോദിച്ചു, അതുകൊണ്ട് എന്താ കാര്യം? നീ സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്നാണോ, അതോ അബ്രഹാമിന്റെ വലതുഭാഗത്തുള്ള കൊണ്ട് ഇരുത്തും എന്നാണോ ഉദ്ദേശിക്കുന്നത്? കാരണം അങ്ങനെയൊക്കെയുള്ള ചില ഓഫറുകൾ ബൈബിളിൽ ചില സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. നീ അതാണോ പറഞ്ഞു തരുന്നത് എന്ന് ഞാൻ ചോദിച്ചു. യേശു പറഞ്ഞു, അത് മാത്രമല്ല, വേറെ ഉണ്ട് കാര്യങ്ങൾ. അപ്പൊ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. പുതിയതായിട്ട് എന്തൊക്കെയോ വിഷയങ്ങളിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. യേശു വീണ്ടും പറയുകയാണ്, നിന്റെ പല പ്രാർത്ഥനകളുടെയും മറുപടി ദൈവം അല്ലെങ്കിൽ പിശാച് ഒരു രീതിയിൽ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ചില വിഷയങ്ങളിൽ പിന്നെ ലോക്ക് ചെയ്തിട്ടാണ്. നീ അവിടെ ഒരു ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ അതെല്ലാം പോയി. അപ്പൊ എനിക്കൊരു ഇൻട്രസ്റ്റ് ഒക്കെ ആയി. മെച്ചമുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ഭാവിയെ കുറിച്ചല്ല, ഇപ്പോൾ. അപ്പൊ ഞാൻ ഒരു ഇച്ചിരി ഇൻട്രസ്റ്റഡ് ആയി. പക്ഷെ ഞാൻ വീണ്ടും ചോദിച്ചു, വേറെ എന്തെങ്കിലും കൂടി ഉണ്ടോ? അപ്പൊ യേശു വീണ്ടും പറയുകയാണ്, നീ എൻ്റെ മുന്നിൽ കൂടുതൽ യോഗ്യത നേടുമ്പോൾ മാത്രമേ എനിക്ക് നിന്നിലൂടെ കൂടുതൽ കാര്യങ്ങൾ ഈ ലോകത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കും. അതെന്നെ ചിന്തിപ്പിച്ചു കളഞ്ഞാണ്. കാരണം ഇത്രയും നാൾ ഞാൻ യേശുവിനെ അത്രയ്ക്ക് ലിമിറ്റ് ചെയ്തിരുന്നു എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഒരുപക്ഷെ പണ്ട് കാലത്തെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ സാധിക്കും, സഭകൾ വളരെ കുറച്ചേ ഉണ്ടാകുന്നു. അവിടെ ഇവിടെ നമുക്ക് തൊട്ടുപോലെ കുറച്ച് സഭകൾ, വിശ്വാസികൾ കുറവായിരുന്നു. പക്ഷെ യേശുവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ ആളെ കിട്ടുന്നുണ്ടായിരുന്നു അത്യാവശ്യം. ഇന്ന് സഭകൾ ഒരുപാട് കൂടി, ആടുകളുടെ എണ്ണവും ഇഷ്ടംപോലെ ആയി. പക്ഷെ എല്ലാവരും അവരുടെ കംഫർട്ട് സോണിലേക്ക് മുറുങ്ങിപ്പോയതുപോലെ ആയിപ്പോയി. പണ്ട് മലവെള്ളപ്പാച്ചിന് പോലെ പാഞ്ഞു വന്നിരുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാനില്ലാത്തൊരവസ്ഥ. ഇന്ന് ഇതൊക്കെ എവിടെയെങ്കിലും നടന്നാലായി, വിശ്വാസം ഉണ്ടെങ്കിലേ എന്തെങ്കിലും കാണാൻ പറ്റത്തുള്ളൂ എന്ന അവസ്ഥ.
പക്ഷെ പണ്ട് യേശുവിലേക്ക് വന്നവരാരും വിശ്വാസം ഉണ്ടായിട്ട് വന്നതല്ല, അത് പ്രവൃത്തികൾ കൊണ്ടാണ് വന്നത്. ഇന്ന് അതിനൊരു സ്പേസ് ഇല്ലാത്ത അവസ്ഥ. അല്ലെങ്കിൽ ഈ ഒരു പ്രയർ ഹോളിൽ എല്ലാവരും ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുന്നു, കൈയൊക്കെ അടിച്ച് പാട്ട് പാടുന്നു, അതിനുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട്. പക്ഷേ ഇതിന് പകരം ഈ പ്രയർ ഹോളിന്റെ ഏരിയയെ ഒരു 3-1 4-1 വെട്ടിച്ചുരുക്കി ഇത്രയും ആൾക്കാരെ ഇവിടെ കുത്തിയിരുത്തി കഴിഞ്ഞാൽ കൈയടിക്കാനോ പാട്ടുപാടാനോ പോയിട്ട് ഇരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. അപ്പൊ യേശുവിന് പലരുടെയും ജീവിതങ്ങളിൽ ഇങ്ങനെ ഞെങ്ങി ഞങ്ങൾ ഇരിക്കേണ്ട ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ പ്രവർത്തിക്കാനും സാധിക്കുന്നില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് എനിക്കൊരു ബോധ്യം കിട്ടിയപ്പോൾ ഞാൻ ചില വിട്ടുവീഴ്ചകൾ തയ്യാറായി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചില ആളുകളുടെ മുൻപോട്ട് വെറുതെ തോറ്റെടുത്തു. അപ്പൊ അവരെന്നടുത്ത് ചോദിച്ചു, ഒരാളെന്നടുത്ത് ചോദിച്ചു, എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാര്യം? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, തോന്നി. അപ്പോഴും അവർക്ക് സംശയം മാറുന്നില്ല, അതല്ലല്ലോ എന്തോ ഉണ്ട്. കാരണം ഞാൻ ഭയങ്കര സ്റ്റബോൺ ക്യാരക്ടറാണ്, തിരിഞ്ഞാൽ പിന്നെ തിരിഞ്ഞാൽ മാറുന്നില്ല. അപ്പൊ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത ചോദ്യമായി, മാനസാന്തരം ഉണ്ടായതാണല്ലേ? ഇനിയിപ്പോ നമ്മളിനി അല്ലെന്ന് പറഞ്ഞിട്ട് വിഷമം വേണ്ട എന്ന് പറഞ്ഞു. ആ സംസാരം ഇവിടെ ക്ലോസ് ചെയ്തു. വേറൊരാളടുത്ത് ചെന്നപ്പോൾ കുറച്ചുകൂടെ വ്യത്യസ്തമായ അനുഭവമായിരുന്നു. മൊത്തത്തിൽ നമ്മളെ ഇങ്ങനെ നോക്കി, ഓ ഈ ലോകത്തെ ഏറ്റവും വലിയ മണ്ടൻ നീയാണ് അല്ലേ എന്ന മട്ടിൽ നോക്കി നിന്നിട്ട്, നീ ഒന്നും പേടിക്കണ്ട, അത് കഴിഞ്ഞു, പണ്ടുള്ള സംഭവമാണ്, അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല, കഴിഞ്ഞു ഫിനിഷ് എന്നുള്ള പറഞ്ഞ് ആ ഒരു മട്ടിൽ കുറേ തള്ളി. നിന്നും ഇരുന്നും നടന്നു. അവരൊന്ന് ക്ഷീണിച്ചപ്പോൾ റെസ്റ്റ് എടുത്തപ്പോൾ ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞു. വേറൊരാളെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അത് വേറെ എന്തോ പറഞ്ഞു. എന്ത് ചെയ്താൽ അപ്പോയിൻമെന്റ് തരത്തില്ല, ഭയങ്കര ബിസി, കാണാൻ ഒരു രക്ഷയുമില്ല. ഇത് പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ കാശ് കൊടുക്കാൻ ചെന്നപ്പോൾ തല്ലാനാണെന്ന് പറഞ്ഞ് ഓടിപ്പോയതിലേക്ക് അങ്ങനെ ഒരു അനുഭവം. പക്ഷേ മറ്റു ചില ആൾക്കാരെ കാണാൻ ചെന്നപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, കൂളായിരുന്നു. അങ്ങനെ കുറെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നുപോയി ഈ കഴിഞ്ഞ 2 ആഴ്ച. അതോടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പുതിയ വഴിത്തിരിവിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പണ്ട് വരെ അല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പ് വരെ ചില കഷ്ടങ്ങളൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും അത്ര മനസ്സോടെ ആയിരുന്നില്ല. ഇനി അതിനൊരു മാറ്റം വരുത്തി തുടങ്ങാം എന്ന് ഞാനും ചിന്തിച്ചു. യേശുവിന് വേണ്ടി കഷ്ടം സഹിക്കുക എന്ന് പറയുന്നത് ചില വിഷയങ്ങളിലൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ രോഗിയായിട്ടുള്ള ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കുന്നതാകാം, താഴെ വീഴാറായ ചില ആൾക്കാരെ ഒന്ന് താങ്ങി എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതാകാം, അല്ലെങ്കിൽ ജീവിതം പോകുന്ന അവസ്ഥയിൽ ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ തിരിച്ചുവരവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നതാകാം. അങ്ങനെ എന്തുമാകാം. യേശുവിന്റെ പീഡാസഹനത്തിലേക്ക് അടുത്തു വരുന്ന ഈ ഒരു വേളയിൽ ഈ മെസ്സേജ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ദൈവജനത്തോട് എനിക്കും പറയാനുള്ളത് അത് തന്നെയാണ്. ഇനി അങ്ങോട്ട് നമുക്കൊരുമിച്ച് യേശുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കഷ്ടം സഹിച്ച് തുടങ്ങാം. താങ്ക് യു. പ്രാർത്ഥിക്കുന്നു. ചെറുതല്ലാത്ത ഒരു വലിയ തീരുമാനത്തിന്റെ മുൻപിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ദൈവാത്മാവിൽ തന്റെ നിജപുത്രനായ തിമോത്തിയോസിന് വേണ്ടി ആത്മാവിൽ കുറിക്കപ്പെട്ട വചനത്തെ കർത്താവ് ഇന്ന് പകൽ ഞങ്ങൾ അവിടുന്ന് കേട്ടു. അതിൻ്റെ അകത്തു തന്റെ മകന്റെ ഹൃദയത്തിനകത്തു ദൈവം കൊടുത്ത ആ ശബ്ദം ഞങ്ങൾ ആത്മമണ്ഡലത്തിൽ ഏറ്റെടുക്കുന്നു. അവസാന വാക്ക് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പറയുന്നു, ഇനി സഭ ഒരുമിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ഞങ്ങൾ ചിലത് സഹിക്കാൻ തയ്യാറായി വരികയാണ്. ഞങ്ങളുടെ ലക്ഷ്യം ഇതിനകത്തൂടെ യേശുവിന്റെ നാമം ഉയർത്തപ്പെടണം. ഞങ്ങളുടെ ലക്ഷ്യം കർത്താവ് പറഞ്ഞതുപോലെ അവൻ ദൈവം പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ അതുപോലെ നിറവറിയായി നടക്കണം. ദൈവമേ, അങ്ങ് ആഗ്രഹിക്കാത്ത ഒന്നും ഞങ്ങളുടെ അകത്ത് ജയമെടുത്തു നിൽക്കരുത്. അതിനുവേണ്ടി വചന പ്രബോധനം ഞങ്ങളെ ബലപ്പെടുത്തിയ ദൈവത്തിന്റെ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സഭ ഒരുമിച്ച് നിന്റെ മകനെ വിളിക്കുകയാണ്. ടാമി ചർച്ചിന് നിന്റെ മകൻ ഒരു അനുഗ്രഹമാകട്ടെ. ജൂനിയർ ഡിസൈപ്പിൾസ് നിന്റെ മകൻ ഒരു അനുഗ്രഹമാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കരമടിച്ച് കർത്താവിന്റെ സ്തോത്രം നമ്മൾ കേട്ട ആ പ്രബോധന ശബ്ദത്തിന്റെ അനുഭവത്തെ എന്റെ അകത്ത് ദൈവം നൽകി
അല്പസമയം നമ്മളതൊന്ന് വേഗത്തിൽ ചിന്തിച്ച് ധ്യാനിച്ച് നമ്മൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അടുത്ത ദിനങ്ങൾ നമ്മൾ തുടർമാനമായി വന്നത് വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യമാണല്ലോ. ഹല്ലേലൂയ. ഇന്ന് പ്രബോധന ശബ്ദമായി ദൈവത്തിന്റെ സന്ദേശമായി നമുക്ക് ആലയത്തിനകത്ത് അവിടുന്ന് മുഴങ്ങിക്കേണ്ടത്. ഹല്ലേലൂയ. ആ വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കുന്നു. വേഗത്തിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഹല്ലേലൂയ നമ്മൾ അവിടുന്ന് ആരാധിച്ച് മടങ്ങാൻ താല്പര്യപ്പെടുന്നു. വായിക്കാം. 1-ാമത്തെ വാക്യം മുതൽ തുടങ്ങുന്നു. എന്റെ മകനെ, എന്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള ഞാൻ അവിടെ പോകുന്നത് റോജി പോയിന്റിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയ ഒരു അനുഭവത്തിലേക്ക് പോവുകയാണ്. അവിടെ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്സിനകത്ത് കിടക്കുന്ന ഒരു വലിയ ബന്ധമുണ്ട്. എൻ്റെ പറഞ്ഞു എന്റെ മകനെ ക്രിസ്തുയേശുവിന്റെ ഇന്ന് പകൽ പിതാക്കന്മാരെന്നെ കേൾക്കുന്നവർ, മാതാക്കളെന്നെ കേൾക്കുന്നവർ, സമർപ്പിച്ച് പ്രാർത്ഥിച്ച കുഞ്ഞിന്റെ മാതാപിതാക്കളടക്കം നിങ്ങളോട് ഞാൻ ആത്മാർത്ഥമായി പറയാം, തലമുറകളോട് കൈമാറാൻ നമുക്കുള്ള ആത്മ സന്ദേശം ഇതായിരിക്കണം. യേശുവയുടെ കൃപയിലൊന്ന് ശക്തിപ്പെടും. കൃപയിലൊന്ന് ഓരോ പിതാവിനും തന്റെ തലമുറകളോട് പറയാനുള്ള ഒരു സന്ദേശം അതായിരിക്കണം. ഓരോ മാതാവിനും തന്റെ മക്കളോട് പറയാനുള്ള സന്ദേശം അതായിരിക്കണം. ഞാൻ 1-2 സ്റ്റേറ്റ്മെന്റ്സ് അവിടെ പറഞ്ഞ് വേഗത്തിൽ പ്രാർത്ഥിക്കാം. എന്റെ മകനെ എന്ന് പറയുമ്പോൾ ആ ബന്ധം ഒന്ന് ശ്രദ്ധിച്ചേ. ഇനി കേൾക്കപ്പെട്ട ആ വചനത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ഞാൻ അടുത്തെടുത്ത് പറയാം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ ഉപയോഗിച്ചതിന്റെ അല്ലെങ്കിൽ പൗലോസ് വന്നതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്പമായി വളരെ ഗൗരവത്തോടു കൂടിയ അങ്ങനെ ഒരു പ്രബോധനം നമ്മൾ കേട്ടു. അതുകൊണ്ട് പൗലോസിന് ഒരു ഉറപ്പുണ്ട്. താൻ പറയുന്നത്, ഞാൻ യേശുവിന്റെ കൃപയിൽ ശക്തിപ്പെട്ടതുപോലെ എന്റെ മോനെ നീയും നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഞാൻ യേശുവിന്റെ കൃപയിൽ എന്ത് ചെയ്തിരിക്കുക? ശക്തിപ്പെട്ടിരിക്കുക. എങ്ങനെ അറിയാം? അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ ആർക്കും. കാരണം ഞാൻ അത്രയ്ക്കൊരു ശക്തിയിലാണ്, സ്ട്രോങ് ആണ്. കഷ്ടതയ്ക്കോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ ഇതിനൊന്നും യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറ്റാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അത് അങ്ങനെ മാറാതെ ഒരുവൻ നിൽക്കണമെങ്കിൽ അവന്റെ മേൽ എന്ത് സംഭവിച്ചിരിക്കണം? ദൈവത്തിന്റെ കൃപ വ്യാപരിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പൗലോസിന്റെ ആദ്യത്തെ പ്രബോധനം ഇതാണ്, അവൻ കൃപയിൽ ഒന്ന് എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. ഇനി അവൻ ഹല്ലേലൂയ ചാടി മുന്നോട്ട് വരാം. കൃപയിൽ ശക്തിപ്പെടണമെങ്കിൽ അവൻ നമ്മൾക്കെല്ലാം പറ്റുന്ന ഒരു പ്രശ്നം എന്ന് ചോദിച്ചാൽ, കൃപയിൽ ശക്തിപ്പെട്ടവരെ നമ്മൾ കാണും, പക്ഷെ അവരെങ്ങനെ ശക്തിപ്പെട്ടെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. എന്ന് പറഞ്ഞാൽ കൃപയിൽ ശക്തിപ്പെട്ടവൻ അവൻ ഹല്ലേലൂയ വേദിയിൽ കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യം റോജി ദൈവവചനത്തിൽ ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, ആണോ അല്ലയോ? പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇതിന്റെ പുറകിൽ താൻ പോയ ഒരു പാത നമ്മൾ ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ ശക്തിപ്പെട്ടവനെ നമ്മൾ കാണുന്നത് അതിന്റെ ശുശ്രൂഷയിൽ അറിയും, പക്ഷെ ആ ശക്തി പ്രാപിച്ചതിന്റെ സഹിച്ചത്, കഷ്ടം സഹിച്ചത്, അത് പ്രാപിപ്പാൻ സഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ ജീവിത അനുഭവം ഒന്ന് നോക്കിക്കേ. പൗലോസിന്റെ ലൈഫിനകത്ത് അവൻ ഹല്ലേലൂയ പ്രിയപ്പെട്ടവർ പറഞ്ഞ പോലെ 14 ലേഖനങ്ങൾ തന്റെ ജീവിതത്തിന്റെ അകത്തു നിന്ന് ദൈവവചനത്തിന്റെ ഭാഗമായി. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ 14 തന്റെ പേരിലായി, അല്ലേ? പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇന്ന് മുതൽ ഞാൻ ഇതിനെ കണ്ണിക്കുകയല്ല, അങ്ങനെ ചിന്തിക്കരുത്. അത് ലേഖനമല്ല, അത് പുസ്തകമല്ല. ആ 14 തന്റെ ജീവിതമാണെന്ന് പറയാനാണ് എനിക്ക് ഒന്നുകൂടി ഇഷ്ടം. കാരണം താൻ പോയ കൊരിന്ത്യയിൽ അനുഭവിച്ചത്, അവൻ തെസ്സലോനിക്കയിൽ അനുഭവിച്ചത്, അവൻ ഹല്ലേലൂയ ഫിലിപ്പിയിൽ അനുഭവിച്ചത്, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, തന്റെ മിഷണറി യാത്രകൾക്കകത്ത് അവൻ ഇത് തന്റെ ജീവിതമായി മാറി. ഇതിനകത്തൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കിക്കേ. അവൻ പൗലോസിന്റെ മേൽ വ്യാപരിച്ച കൃപയ്ക്കൊത്തവണ്ണം താൻ ശക്തിപ്പെട്ടു വരാൻ താൻ അതിന്റെ പുറകിൽ സഹിച്ചത്, അയ്യോ സഹോദരന്മാരാലുള്ള ആപത്ത്. അവൻ എത്രയെത്ര പീഡനങ്ങളിലൂടെ, എത്രയെത്ര മാനസിക സംഘർഷങ്ങളിലൂടെ അവൻ അത് അനുഭവിച്ചിട്ട് അവൻ
കൃപ ചോർന്നു പോകാതെ പിടിച്ചു നിന്ന പൗലോസ് തലമുറയ്ക്ക് കൈമാറുകയാണ്. ആത്മാവിൽ കൃപയിൽ ശക്തിപ്പെടണം. ഇന്ന് പകൽ ദൈവസഭയോട് എനിക്ക് ആത്മാർത്ഥമായ ഒരു ദൂത് കൈമാറാനുണ്ട്. കോവിഡ് മാറിയെന്ന് ഞാൻ പറയുന്നില്ല, അടുത്ത വൈറസുകൾ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഇനി ഒരു ലോക്ക്ഡൌൺ വരത്തില്ല എന്ന് വരുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കാലം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്, സമയം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ സഭയ മക്കളെ, കൃപയിൽ ശക്തിപ്പെടുക, ദൈവത്തിന്റെ കൃപയിൽ ശക്തിപ്പെടുക. ചിലത് സഹിക്കേണ്ടി വന്നാൽ സഹിക്കുക, ചിലത് വഹിക്കേണ്ടി വന്നാൽ വഹിക്കുക. പക്ഷെ സഹിക്കുന്നതിന്റെ അപ്പുറം ഒരു കൃപയുടെ കൈമാറ്റം ആഗ്രഹിക്കുന്ന ഒരുവൻ നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ഒരു എൻഡല്ല, ഇതൊന്നും ഒരു അവസാനമല്ല. അവസാനത്തിങ്കൽ ഒരു അത്ഭുതം നമ്മുടെ മേൽ നടക്കാൻ പോകുകയാണ്. അടുത്ത വാക്കൂടെ പെട്ടെന്ന് വായിച്ച് ക്ലോസ് ചെയ്യുക പ്ലീസ്. എന്റെ മകനെ, നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതില്ല. അപ്പൊ മക്കളോടുള്ള അടുത്ത ഉപദേശം എന്നറിയാമോ? കേട്ടതൊക്കെ അധ്യാപകർ പറയുന്നത് പോലെ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ ഇറക്കി വിടല് പോലെ. ഹലോ, ടീച്ചേഴ്സ് ഇല്ലേ? പഠിപ്പിച്ചിട്ട് പിള്ളേരുടെ എന്നാ പറയും? ഇതിലെ കേട്ടു, ഇതിലെ ഹല്ലേലൂയ പറയത്തില്ലേ? സൂസൻ ടീച്ചറെ പറയത്തില്ലേ? എസ്തർ ടീച്ചറെ കോളേജ് ആയതുകൊണ്ട് ചിലപ്പോൾ അല്പം നയം കാണും, എന്നാലും പറയുന്നു. ഇവിടെ പറയത്തില്ലേ? ഇവന്മാരോട് പറയണം, പറയത്തില്ല എന്ന് പറയും. ഒരു ചെവി കൂടെ കേട്ട് ഇത് അപ്പം പറഞ്ഞു കൊടുക്കുക. അപ്പം പറയും എന്നോട് കേട്ടത് മാത്രമല്ല. എനിക്ക് അവിടെയാണ് സ്ട്രൈക്ക് ചെയ്തത്. എടാ, എന്നോട് കേട്ടത് മാത്രമല്ല, അടുത്ത വാക്കൊന്ന് പറയാമോ? ഉറക്കെ വായിക്കാമോ? പല സാക്ഷികളുടെ മുമ്പാകെ. പറഞ്ഞത് മാത്രമല്ലെന്ന്, ദൈവവചനത്തിന്റെ അകത്ത് അപ്പോസ്തലന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ, ഉപദേഷ്ടാക്കന്മാരിലൂടെ, ഇന്നലകളിൽ ദൈവം നിയോഗിച്ചാക്കിയ അഭിഷിക്തന്മാരിലൂടെ, ഇന്നലകളിൽ ദൈവത്താൽ പ്രയോജനപ്പെട്ട പ്രാർത്ഥനക്കാരിലൂടെ, അവരിലൂടെ പറഞ്ഞു കേട്ടത്. ഹലോ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഒരു ആത്മീയ പിതാവ് കൈമാറി കൊടുക്കുക. പല സാക്ഷികളിൽ നിന്ന് നീ കേട്ടത് എന്ത് ചെയ്യണം? മറ്റുള്ളവരെ ഉപദേശിപ്പാൻ അങ്ങനെങ്കിൽ ഇന്ന് പലക്കാലം ഞാൻ ആത്മാവിൽ പറയാം, പൗലോസ് പറയാം, ഞാൻ എന്റെ മേൽ പകർന്നത് നിന്റെ മേൽ കൈമാറിയതുപോലെ നിന്റെ മേൽ കൈമാറപ്പെട്ടത് അടുത്ത ഒരു തലമുറയുടെ മേൽ കൈമാറണം. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഒരു പിതാവിന്റെ കൈമാറ്റമല്ലേ, ഒരു അപ്പോസ്തലന്റെ കൈമാറ്റമല്ലേ, ഒരു അഭിഷിക്തന്റെ കൈമാറ്റമല്ലേ? അങ്ങനെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ പറയാ, ഇത് കൈമാറി ചുമ്മാ കിട്ടത്തില്ല. എലീശയ്ക്ക് ആഗ്രഹമുണ്ട് ഡബിൾ പോർഷൻ വേണമെന്ന്. എനിക്കും ആഗ്രഹമുണ്ട് എലീശ ചെയ്യുന്ന അത്ഭുതം കാണുമ്പോ അത് വേണമെന്ന്. അവൻ പുതിയ നിയമത്തിനകത്ത് യേശു ചെയ്യുന്നത് കാണുമ്പോ പലർക്കും തോന്നി ഈ ഒരു അഭിഷേകം വേണമെന്ന്. അപ്പോസ്തലന്മാര് ചെയ്യുന്നത് കാണുമ്പോ പലർക്കും തോന്നി ഒരു പുള്ളി വന്ന് ഷോർട്ട് കട്ടാണ് ചോദിച്ചു, കാശുണ്ട്, കുറച്ച് കാശ് തരാം, ഇതെനിക്ക് കിട്ടുമോ? അവൻ ഇങ്ങനെ പല നിലയിലും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതിന്റെ കൈമാറ്റത്തിന്റെ പുറകിൽ വചനം പറയാണ്, നീ ചിലത് സഹിക്കാൻ തയ്യാറാകണം. ആ സകലം അവൻ ജീവിതത്തിന്റെ ഒരു അനുഗ്രഹമാണ്. ഒന്നുകൂടെ പറഞ്ഞു നിർത്താം. അവൻ യേശു സഹിച്ചതാണ് ദൈവസഭയുടെ നന്മ. യേശു ക്രൂശിൽ വഹിച്ചതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ച. യേശു സഹിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ഒന്നുമല്ലായിരുന്നു. ഇന്ന് പകൽ നമ്മളും എന്തെങ്കിലും ഒന്നായെന്ന് പറയുന്നെങ്കിൽ പുറകിൽ ഒരുവൻ സഹിച്ചെങ്കിൽ നമുക്കും ചിലത് സഹിക്കാം. അടുത്തൊരു തലമുറയുടെ അഭിഷേകത്തിനായി, അടുത്തൊരു തലമുറയുടെ നിലനിൽപ്പിനായി, അടുത്തൊരു തലമുറയുടെ കൈമാറ്റത്തിനായി നമുക്ക് അതാത് സ്ഥാനങ്ങളിൽ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ഹല്ലേലൂയ തങ്ങളുടെ ഹൃദയം ഒന്ന് ഏകാഗ്രമാക്കി ആരും അലക്ഷ്യമായി നിൽക്കരുത്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകലിൽ എത്ര പേരോട് ചേർന്ന് പറയോ, എനിക്ക് കർത്താവിന്റെ രാജ്യത്തിന്റെ ഒരു മഹത്വമായി മാറണം. കേൾക്കപ്പെട്ടതുപോലെ ഒരു വ്യക്തിയോട് നീ ഈ ആഴ്ചയിൽ യേശുവിനെ കുറിച്ച് പറയണം. നീ യേശുവിനെ വേണ്ടി ചിലത് സഹിക്കണം. നീ യേശുവിന്റെ നാമത്തെ പറയണം. ആമേൻ, ഹല്ലേലൂയ. ആ പ്രിയ മകൻ പറഞ്ഞ അനുഭവത്തിനകത്തോടെ തനിക്ക് മാനസികമായി അവൻ ഇഷ്ടമല്ലാഞ്ഞത്, തനിക്ക് തന്റെ സ്റ്റബൺ ക്യാരക്ടറിനകത്ത്
യേശു പറഞ്ഞത് നിമിത്തം താനത് ചെയ്തു എങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് അതിന്റെ പുറകിലുണ്ടാകും. അതിന്റെ ഒരു വിടുതൽ, അതിന്റെ ഒരു ഉയർച്ച അതിന്റെ പുറകിലുണ്ടാകും. അങ്ങനെങ്കിൽ ഒരു വചനം അങ്ങനെ തന്നെ പറഞ്ഞ് ക്ലോസ് ചെയ്യാണ്. അവൻ സഹിച്ച ആരെയും ഇതുവരെ എന്റെ ദൈവം കൈവിട്ടിട്ടില്ല. ദൈവരാജ്യത്തിനു വേണ്ടി നിന്ന ആരെയും. അതുകൊണ്ട് ഭക്തന്മാർ പാടിയത് അവൻ ആർക്കും കടക്കാരനല്ല. അതുകൊണ്ട് അവൻ ദൈവമക്കൾ പാടിയത് ആ നന്മ ഓർത്തപ്പോ ഞങ്ങൾ അവൻ ദൈവത്തിന്റെ നന്മ മാണിക്യത്തെ ഓർത്തപ്പോ ഈ മണ്ണൊന്നും ഞങ്ങൾക്ക് വലിയ കാര്യമല്ലെന്ന്. അതുകൊണ്ട് ഭക്തന്മാർ തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചത്. അതുകൊണ്ട് കുടുംബങ്ങൾ അതിന്റെ പുറകെ ഓടിയത്. ഇന്നും ആമേൻ ഹല്ലേലൂയ വിദ്യാഭ്യാസമുള്ള നല്ല തലമുറകൾ അനേകർ ലോകത്തിന്റെ പദവികൾ വിട്ട് ഇതിന്റെ പുറകെ ഓടുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇതിന്റെ മഹത്വം ഒന്ന് തിരിച്ചറിഞ്ഞത്. അങ്ങനെങ്കിൽ എന്നോട് ചേർന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് പറയാമോ? അവൻ എനിക്കും യേശുവിന്റെ നാമത്തിൽ ചിലത് വേണോ? ഞാൻ സഹിക്കാൻ റെഡിയാണ്, ഞാൻ സഹിക്കാൻ റെഡിയാണ്. ആമേൻ ഹല്ലേലൂയ. ഒരു മിനിറ്റ് കരങ്ങളൊന്ന് ചേർത്തടിച്ച്, ഒരു മിനിറ്റ് കരങ്ങളൊന്ന് ചേർത്തടിച്ച് അനുരക്ഷകനായ യേശുവയുടെ മുൻപിൽ തുറന്ന മനസ്സോടെ ഒരു സമർപ്പണത്തോടെ ഇന്ന് പകൽക്കാലം അല്പ മിനിറ്റ് നമ്മളൊന്ന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, ഞാൻ റെഡിയാണ് സഹിക്കാൻ. യേശുവിന് വേണ്ടി പോകാം, യേശുവിന് വേണ്ടി നിൽക്കാം, യേശുവിന്റെ നാമത്തിൽ ഉയർത്താം, യേശുവിന് ഒരു അത്ഭുതം.
ഈ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് കേട്ടോ. നിങ്ങളുടെ തലമുറകളിൽ ചിലര് നിങ്ങളുടെ കുടുംബ വീട്ടുപേര് പോലും വേണ്ടെന്ന് വെക്കും. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. വീട്ടുപേര് പോലും വേണ്ടെന്ന് വെക്കുന്ന ഒരു തലമുറയെ അങ്ങനെ ഒരു അഭിഷേകത്തോടെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുക. ആ കുടുംബ പേരിലല്ല അവർ അറിയപ്പെടാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ ശൗലിന് മാതാപിതാക്കൾ ഇട്ടുകൊടുത്തൊരു പേര് ശൗലെന്ന, നല്ലൊരു പ്രായത്തിൽ താൻ അറിയപ്പെട്ടതും ശൗലെന്ന. പക്ഷെ പിന്നത്തേതിൽ അഭിഷേകം തന്നെ അവർ ഒഴിച്ചപ്പോ ദൈവം പറഞ്ഞു, ആ പേരെനിക്ക് വേണ്ടടാ, ഞാൻ നിനക്കൊരു പുതിയ പേരിടുക, ഞാൻ നിന്നെ പൗലോസാക്കി മാറ്റുക. പിന്നത്തേതിൽ ശൗലെന്നല്ല അറിയപ്പെടുന്നത്, പിന്നത്തേതിൽ പൗലോസ് എന്ന് അറിയപ്പെടുന്നത്. കുറിച്ചിട്ട് തലമുറകൾ കുടുംബ പേരുകൾ മാറ്റി ദൈവത്തിന്റെ തലമുറയെന്ന്. എനിക്കത് കേൾക്കുമ്പോൾ ഞാൻ അല്പം ഇമോഷണലായി പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് ഉറപ്പ് അടുത്തൊരു തലമുറ ദൈവത്തിന്റെ വകയാണെന്ന് ഞാൻ ഈ ചർച്ചിനകത്ത് ഡിക്ലെയർ ചെയ്യുന്നു. അടുത്തൊരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. പപ്പ, ഡാഡി, അച്ഛ, നിങ്ങളെ എങ്ങനെ വിളിച്ചോളൂ മക്കള്? മക്കൾക്ക് വേണ്ടി ചിലത് സഹിക്കാൻ റെഡിയാവേ. അമ്മേ, മമ്മി, മക്കൾ എങ്ങനെ വേണേലും വിളിച്ചോട്ടെ, മക്കൾക്ക് വേണ്ടി ചിലത് സഹിക്കാൻ റെഡിയാകണേ. സഹിച്ചിട്ട് പൗലോസ് പറയുക, ഈ ഞാൻ സഹിച്ചതുപോലെ നീ സഹിച്ചു, പക്ഷെ നിന്നെ കൊണ്ട് ഞാൻ ഇനി അനേകരെ മോൾഡ് ചെയ്ത് പുറത്തെടുക്കാൻ പോവാണ്. അങ്ങനെങ്കിൽ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എന്നോട് അപ്പ പറയാ, തലമുറകൾക്ക് അകത്തൂടെ ചെറുത് മോൾഡ് ചെയ്ത് പുറത്തു വരാൻ പോവാണ്. അതുകൊണ്ടാണ് എന്റെ അകത്ത് ഈ ശബ്ദങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത്. ഞാൻ വിശ്വസിക്കുന്നു, ജോയനകത്തൂടെ അടുത്തൊരു തലമുറ എഴുന്നേൽക്കാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, ടൈറ്റസിനകത്തൂടെ അടുത്തൊരു തലമുറ ക്രിസ്തുവിൽ ജനിക്കാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, എസ്തേറിനകത്തൂടെ അടുത്തൊരു തലമുറ പുറത്തു വരാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, റോജിക്കകത്തൂടെ അടുത്തൊരു ആത്മീയ തലമുറ പുറത്തു വരാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, കോളിന്റെ അകത്തൂടെ അടുത്തൊരു തലമുറ എഴുന്നേൽക്കാൻ പോവുകയാണ്. അവരുടെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ അടുത്തൊരു ഞാൻ വിശ്വസിക്കുന്നു, ജെയ്സന്റെ അകത്തൂടെ അടുത്തൊരു തലമുറ പുറത്തു വരാൻ പോവുകയാണ്. ഇവിടെ നിൽക്കുന്ന എന്റെ മക്കളുടെ, ഇവിടെ നിൽക്കുന്ന എന്റെ കുഞ്ഞുങ്ങളുടെ അകത്തു നിന്ന് അടുത്തൊരു തലമുറ. യേശുവിന്റെ തലമുറയാണോ? സമയം പോകുന്നല്ലോ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ നാമത്തിൽ ഞാൻ എന്റെ മക്കളെ, സഭയ മക്കളെ ഞാൻ അനുഗ്രഹിക്കുക. കർത്താവ് ഞങ്ങൾക്ക് നൽകിയ നല്ല സന്തോഷത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങേ ആരാധിക്കാൻ ഞങ്ങളെ സഹായിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വചന ശുശ്രൂഷയിൽ ഞങ്ങളെ സഹായിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ യേശുവിന്റെ സാക്ഷിയായി നിന്ന് കർത്താവിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുകയാണ്. കർത്താവ്, ഈ മക്കൾക്കകത്തൂടെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യണേ, അത്ഭുതങ്ങളെ ചെയ്യണേ. കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഈ സമയം മക്കളെ ബ്ലസ് ചെയ്യുന്നു. മനസ്സ് തുറന്ന് ഞാൻ ബ്ലസ് ചെയ്യുന്നു. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ബ്ലസ് ചെയ്യുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങളെ ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഞങ്ങളുടെ പ്രിയ പൈതന്യം ഓർക്കുന്നു. ആ കുഞ്ഞിനോട് കർത്താവ് കരുണ തോന്നും. അവന് മേലുള്ള അഭിഷേകം ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ അതുകൊണ്ട് ആ മാതാപിതാക്കളെ ബ്ലസ് ചെയ്യാണ്. ഒന്ന് കൃപയിൽ നിൽക്കാൻ, രണ്ട് വചനത്തിൽ നിൽക്കാൻ, മൂന്ന് അഭിഷേകത്തിൽ നിൽക്കാൻ, നാല് യേശുവിൻ്റെ സ്നേഹത്തിൽ നിൽക്കാൻ കർത്താവിനെ ബലപ്പെടുത്തണേ. മനസ്സ് തുറന്ന് ബ്ലസ് ചെയ്യുന്നു. കർത്താവ്, ഈ ദിവസങ്ങളിൽ യാത്രയിലാകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവർ യാത്രയിലൊക്കെ ആവുമ്പോൾ കർത്താവ് സുരക്ഷിതമായി സൂക്ഷിക്കും. ബിസിനസ്സിലെ, ജോലിയിലെ, പഠനത്തിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. ശുശ്രൂഷ രംഗങ്ങളിൽ നിൽക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരെയും സ്വദേശത്തും വിദേശത്തും മറ്റ് സംസ്ഥാനങ്ങളിലും എല്ലാം അതുപോലെ പരിപാലിക്കും, സുരക്ഷിതമായി സൂക്ഷിക്കും. എൻ്റെ ഈ സമയം മക്കളെ മടക്കി യാത്രയും കർത്താവ് ചെന്ന കൃപ കൂടെ പോകും. അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ സഹവാസം കൂട്ടായ്മ നമ്മോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിലും ശുശ്രൂഷയിൽ സഹായിച്ച എല്ലാ വാത്സല്യ ദൈവമക്കളോടും സഭയാ കുടുംബത്തോടുകൂടി ക്രിസ്തു യേശുവിൻ്റെ എല്ലാവരും ഉണ്ടായിരിക്കുവാനാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണം.